മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ. ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ. കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കപ്പ വാങ്ങിച്ചപ്പോൾ ഞാൻ കപ്പ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒത്തിരി കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കായിരുന്നു കേട്ടോ. ചാളയും കപ്പയും കൂടെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ചാള കൊള്ളിയും കപ്പയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഞാൻ ഇന്ന് ഇതുപോലെ ചാള കിട്ടി. അപ്പോൾ കപ്പ ഒരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വേണ്ട അടുപ്പ് കത്തിച്ചു. ആദ്യം നമ്മൾ കപ്പ വേവിച്ചിരുന്നു. ഞാൻ നല്ലപോലെ നുറുക്കി കഴുകി വെച്ചിരിക്കുന്ന കപ്പയാണ്. അപ്പോൾ ഈ കപ്പ നമുക്ക് ആദ്യം കപ്പ വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. കപ്പ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പം കപ്പയ്ക്കകത്തോട്ട് കുറച്ച് നികക്ക വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കപ്പ ഒത്തിരി തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിട്ടാൽ മതി. പക്ഷെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഈ കപ്പയെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കപ്പ വെന്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം കപ്പയൊന്ന് നന്നായിട്ട് വേവട്ടെ. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിക്കളയുന്നതാണ് എപ്പോഴും നല്ലത്. കപ്പ വെന്ത് കഴിഞ്ഞാൽ കപ്പയ്ക്കൊരു കട്ടില്ലേ, ആ കട്ട നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് ആ കപ്പ നല്ലപോലെ വെന്ത് ഈ മഞ്ഞൾ കൂട്ടി വെന്തിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ എടുക്കാതെ. അപ്പോൾ കപ്പയൊന്ന് വേവട്ടെ. നമ്മുടെ കപ്പ നല്ലപോലെ ഉടങ്ങില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം കിട്ടിയ കപ്പ ഇതിലൊക്കെ നല്ലതാണ്. ഇത് വെന്തു. ഇനി നമുക്ക് അടുത്ത ചെയ്ത് ഞാനത് ഊറ്റിക്കളഞ്ഞു കേട്ടോ. ചാളയുടെ ഇത് ഊറ്റിക്കളഞ്ഞ് വെള്ളം ഊറ്റിക്കളഞ്ഞതാണ് ഈ കപ്പ. കാരണം കപ്പ ഞാൻ പറഞ്ഞ കപ്പയ്ക്ക് കട്ടുണ്ടെന്നത് ഞാൻ ഊറ്റിക്കളഞ്ഞു. ഊറ്റിക്കളഞ്ഞു. ഈ ഒരു ശകലം വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഇനിയാണ് നമ്മുടെ ചാള ഇടാൻ പോകുന്നത്. അപ്പം അത് വേവാനുള്ളൊരു ശകലം വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട. ചാളയ്ക്ക് ഒത്തിരി വേവില്ലല്ലോ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വേറെ വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമുള്ള സാധനം മുളക് പൊടി ഇടാൻ പോകും കേട്ടോ. മുളക് പൊടിയെ ഒത്തിരി ഇടുന്നില്ല, കാരണം ഞാൻ പച്ചമുളക് ചതച്ച് ചേർക്കണമെന്ന് മുളക് പൊടി ധാരാളമായിട്ട് ഇടുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയും സാധനം ചതച്ചതാണ് കേട്ടോ. ഇതും കൂടെ ഇട്ട് അതിനകത്തോട്ട് ഇറക്കി. നമ്മൾ ഉപ്പിട്ട കപ്പ വേവിച്ചത് എങ്കിലും ഒരു ശകല ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. ഇപ്പോൾ ഇടണ്ട കേട്ടോ, കാരണം ഉപ്പ് നമ്മൾ ഇട്ടല്ലേ കപ്പ വേവിച്ചത്. ഇനി നമുക്ക് ഇടേണ്ടത് ചാള. ഇങ്ങനെ കപ്പ തീർത്ത് കുറവായിരുന്നു, ഞാൻ 3 ചാള ഇടുന്നുണ്ടേ. ഈ 3 ചാള ഇട്ടു. നമുക്കിത് ഇങ്ങനെ ഇതിനി ഈ ചാള ഈ കപ്പയുടെ കൂടെ ഇരുന്ന് വേവണം. അപ്പം നമുക്കൊരു ഈ ചിലര് എല്ലാവർക്കും ഒന്നും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും മല്ലിപ്പൊടി ഇടുന്നത് ചാളയല്ലേ, ഒരു ശകലം മല്ലിപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഞാനതുകൊണ്ടൊരു ശകലം മല്ലിപ്പൊടിയും കൂടി ഇടും കേട്ടോ. എല്ലാവരും ഒന്നും ഇടാറില്ല കേട്ടോ. എന്നാലും എനിക്ക് മല്ലിപ്പൊടിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്, അതുകൊണ്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ടു. ഇനി നമുക്ക് ശകലം കരിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഇളക്കി ചേർക്കാനായിട്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അത് നമ്മുടെ കപ്പയും ചാളയും നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, നല്ലപോലെ ഉണ്ട്. ഈയിടെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നിങ്ങൾക്കും വീട്ടിൽ കപ്പയൊക്കെ വാങ്ങിച്ചിരിക്കുമ്പോൾ ചാളകളെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം ഞാൻ ഇനി ഇതിനകത്ത് ശകലം കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ശകലം ഇടുന്നുള്ളൂ കുരുമുളക് പൊടിയുടെ. ചാളയ്ക്ക് എപ്പോഴും കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വേവുന്ന നല്ലൊരു മണമാണ് കേട്ടോ. നമുക്ക് ഈ കപ്പ ബിരിയാണിക്കൊക്കെയാണ് ഒരു പ്രത്യേക മണമില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ഇങ്ങനെ വേവുന്നത്. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും
ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യണേ. അപ്പം പേര് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഞാൻ കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് തൂവി കൊടുക്കാവേ. ഇത്തിരി സവോള ഇങ്ങനെ അതൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ശക്കലം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് തൂവി. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കപ്പയും ചാളയും പുള്ളിയും ചാളയും ഒക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാ പറയുന്നത്. റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയും മതി കേട്ടോ. നമുക്ക് ഗ്യാസ് നിർത്തിയേക്കാവേ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ പിന്നീട് വരാവേ.